കോട്ടയം കുമളി ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ദേവാലയമാണ് കാഞ്ഞിരപ്പള്ളി പഴയപള്ളി അഥവാ അക്കരപ്പള്ളി. ചരിത്രപരമായി കാഞ്ഞിരപ്പള്ളി പഴയപള്ളി മാർത്തോമായ ശ്ലീഹായ സ്ഥാപിതമായ നിലയ്ക്കൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറ്റവും പുരാതനമായ ദേവാലയവുമാണ്. വിളിച്ചാൽ വിളി കേൾക്കും, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുകയില്ല. ഈ വിശ്വാസമാണ് ഏറെ പേരെയും ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിക്കുന്നത്. പ്രഭാതത്തിൽ 4 മണി മുതൽ ഏറെ വൈകി രാത്രി വരെ ഒറ്റയായിട്ടും കൂട്ടമായിട്ടും ആൾക്കാർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈ ദേവാലയത്തിൽ എത്തുന്നു. തങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കുക, കുട്ടികൾ ജനിക്കുവാൻ വേണ്ടി, രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി, ജോലി ലഭിക്കുവാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു പ്രാർത്ഥിക്കുന്നവരുടെ നിരവധിയായ ആവശ്യങ്ങൾ. തീർത്ഥാടകർക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 4:30 മണിക്കും വിശുദ്ധ കുർബാന ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് ദിവസങ്ങളിൽ രാവിലെ 6:30 മണിക്കും വൈകിട്ട് 5 മണിക്കുമാണ് തീർത്ഥാടകർക്ക് വേണ്ടി കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. ഈ തീർത്ഥാടക ദേവാലയം ഇന്ന് സഭയുടെ ഔദ്യോഗികമായ ഒരു തീർത്ഥാടന ദേവാലയമാണ്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമെന്നാണ് ഈ ദേവാലയത്തെ അറിയപ്പെടുന്നത്. ചരിത്രപരമായും നിർമ്മാണ ശൈലിയിലും ഈ പുരാതനമായ ദേവാലയം മറ്റ് ദേവാലയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. അക്കരപ്പള്ളി എന്ന പേരിൽ പ്രസിദ്ധമായ കാഞ്ഞിരപ്പള്ളി പഴയപള്ളി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും കേരളത്തിൽ മുഖവാരമില്ലാതെ ഇന്നും നിലനിൽക്കുന്നതുമായ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദേവാലയമാണ്. ഏറെ ശ്ലൈഹിക പാരമ്പര്യമുള്ള ഒരു ദേവാലയം കൂടിയാണ് അക്കരപ്പള്ളി. ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമാസ് ലീഹ AD 52 ഭാരതത്തിലെത്തുകയും അനേക സ്ഥലങ്ങളിൽ വിശ്വാസികളുടെ സമൂഹങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. അദ്ദേഹത്താൽ സ്ഥാപിതമായ 7 പള്ളികളിൽ ഒന്നാണ് നിലയ്ക്കൽ. AD 1325 നിലയ്ക്കലിൽ നിന്നും കുടിയേറിയ നസ്രാണികളുടെ പിന്മുറക്കാരാൽ സ്ഥാപിതമാണ് അക്കരപ്പള്ളി എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ആ കാലയളവിൽ മലനാട്ടിൽ നിന്നും തീരപ്രദേശമായ ആലപ്പുഴയിലേക്ക് കച്ചവട ആവശ്യങ്ങൾക്കായി നിരവധി ആളുകൾ പോയി വരുന്ന പതിവുണ്ടായിരുന്നു. ഇവരിൽപ്പെട്ട നസ്രാണികൾ പിന്നീട് കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിക്കുകയും ഇവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. ഈ ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധന ആവശ്യങ്ങൾക്കായി ഒരു ദേവാലയം വേണമെന്ന ആവശ്യപ്രകാരം AD 1449 തെക്കങ്കൂർ രാജാവ് വീരകേരള പെരുമാൾ കാഞ്ഞിരപ്പള്ളിയിലെ നസ്രാണികളുടെ വർത്തകനായിരുന്ന വലിയ വീട്ടിൽ തൊമ്മി മാപ്പിളയ്ക്ക് കാഞ്ഞിരപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു ദേവാലയവും ഒരു അങ്ങാടിയും സ്ഥാപിക്കുവാൻ അനുവാദം നൽകുകയും ചെയ്തു. ഇപ്രകാരം സ്ഥാപിച്ച ദേവാലയം 1449 സെപ്റ്റംബർ 8 സുറിയാനി മെത്രാൻ മാർ യൗസേപ്പ് കൂദാശ ചെയ്യുകയുണ്ടായി. കുറെ വർഷങ്ങൾക്ക് ശേഷം AD 1552 നാടുവാണ ഉദയവർമ്മ രാജാവ് കാഞ്ഞിരപ്പള്ളിയിലെ അക്കരപ്പള്ളി സന്ദർശിക്കാനിടയാവുകയും പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കെടാവിളക്ക് അണഞ്ഞിരിക്കുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതിന് കാരണം അന്വേഷിച്ചപ്പോൾ സദാസമയം കെടാവിളക്ക് തെളിയിക്കുവാനുള്ള എണ്ണ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് ഇല്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹം ഓടിൽ നിർമ്മിക്കപ്പെട്ട ചോദന എന്നു പേരുള്ള ഒരു അളവ് പാത്രം ദേവാലയത്തിന് സമ്മാനിക്കുകയും പള്ളിയിലെ ആവശ്യങ്ങൾക്കായി അങ്ങാടിയിൽ നിന്നും ഒരു കുടത്തിന് 2 തുടം എണ്ണ എന്ന കണക്കിന് എടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു.
മനോഹരമായി ഒഴുകുന്ന ചിറ്റാറിന്റെ തീരത്താണ് അക്കരപ്പള്ളി സ്ഥാപിതമായിരിക്കുന്നത്. ഇപ്പോൾ ശാന്തമായി ഒഴുകുന്നെങ്കിലും 1825 ചിറ്റാറിൽ വെള്ളം പൊങ്ങി പള്ളിയിൽ വെള്ളം കയറുകയും പള്ളിയുടെ ഒരു ഭിത്തി ഇടിഞ്ഞു പോവുകയും ചെയ്തു. ഇതേ തുടർന്ന് വിശ്വാസികൾ 2 വിഭാഗങ്ങളായി തിരിയുകയും ഒരു വിഭാഗം ഇടിഞ്ഞുപോയ ഭിത്തിയുടെ ഭാഗം നന്നാക്കിയാൽ മതിയെന്നും പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തായി മറ്റൊരു ദേവാലയം പണിയണമെന്നും തീരുമാനിച്ചു. ഇപ്രകാരം പണി കഴിപ്പിക്കപ്പെട്ട ദേവാലയമാണ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയം. ഇതേ തുടർന്ന് പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വിശ്വാസികൾ കത്തീഡ്രലിൽ കൂടിപ്പോരുകയും ചെയ്തു. ഏതാണ്ട് 2 ദശാബ്ദങ്ങളോളം ഈ നില തുടരുകയും പിന്നീട് 1842 ഇരുവിഭാഗക്കാരും ഒന്നായി തീരുകയും പഴയ പള്ളി അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയതായി പണിതീർത്ത ദേവാലയത്തിൽ കൂടുകയും ചെയ്തു. അക്കരപ്പള്ളി സ്ഥാപിച്ചപ്പോൾ അതിന്റെ മേൽക്കൂര പുല്ലുമേഞ്ഞതായിരുന്നു. പിന്നീട് 1879 പുല്ലുമാറ്റി ഓടുമേഞ്ഞത്. ഇടവക സമൂഹത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് 1885 1945 പുതിയതായി വെച്ച ദേവാലയമാണ് പൊളിക്കുകയും വലിപ്പം കൂട്ടുകയും ചെയ്തു പോന്നത്. അക്കരപ്പള്ളി ഇന്നും അതേപടി തന്നെ നിലനിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ 3 വശങ്ങളിലൂടെയും ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അക്കരപ്പള്ളിയുടെ കുരിശും തൊട്ടിയിലാണ്. ഈ കൽക്കുരിശ് 1641 നിർമ്മിച്ചതാണ്. ഇതിന് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കുരിശാണ്. കരിങ്കല്ല് കൊത്തിമിനുക്കി വിവിധങ്ങളായ കൊത്തുപണികൾ അതിൽ രചിച്ച്, ഉദാഹരണത്തിന് ഒരു കുരിശ്, മാലാഖമാർ, പൂക്കൾ എന്നിവയാൽ നിർമ്മിച്ച ഒരു കുരിശാണ്. ഈ കുരിശിൻ്റെ പ്രധാന ഭാഗം 3 കല്ലിൽ തീർത്താണ്. നീളം കൂടിയ ഒരു ഭാഗവും കുറുകെയുള്ള ഒരു കഷ്ണവും മേളത്തെ ഭാഗവും, അങ്ങനെ 3 കല്ലാൽ തീർത്തപ്പെട്ട കുരിശാണ്. ഈ പള്ളിയിൽ വരുന്ന വിശ്വാസികൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴും അവിടെ തിരികെ പോരുമ്പോഴും ഈ കുരിശിൽ തൊട്ട് വണങ്ങി അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഭക്തിപൂർവം അതിനെ വണങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു നിയോഗമാണ്. ഇത് എഴുതാനായിട്ടൊരു കാരണമുണ്ട്. ഈ കൊടിമരത്തിൽ ഇങ്ങനെ വിശ്വാസികൾ എഴുതുമ്പോൾ അവരുടെ നിയോഗങ്ങൾ സാധിക്കുന്നതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആയിരത്തി 449 പണിത മുഖവാരമില്ലാത്ത ഒരു പഴയ പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി. വെട്ടുകല്ലും സുർക്കിയും കുമായവും ചേർത്താണ് ഈ പള്ളി പണിതിരിക്കുന്നത്. ഇതിൻ്റെ ഭിത്തിക്ക് നല്ല കനമുണ്ട്. ഇതിലുപയോഗിച്ചിരിക്കുന്ന വാതിലുകളും ജനാലകളും തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആനവാതിലിന് ഒരു പ്രത്യേകതയുണ്ട്. 2 പാളിയിലുള്ള ആനവാതിൽ, ഒരു പാളിയിൽ ഒരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിലിൻ്റെ പ്രത്യേകത, കപ്പിയാർ ആ ദിവസത്തെ അനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞ്
വൈകുന്നേരം പള്ളി അടച്ചിട്ട് എല്ലാ വാതിലുകളും ജനലുകളും ആനവാതിലും അകത്തുനിന്ന് അടച്ചിട്ട് ഈ കിളിവാതിലിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം കിളിവാതിൽ 2 പൂട്ടിട്ട് പൂട്ടുകയാണ്. ഈ പള്ളിയുടെ പുറകുവശത്ത് വിശുദ്ധ സ്ലീവായും പൂക്കളും പ്രാവിനെയും ആലേഖനം ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പള്ളിക്കകത്തോട്ട് കയറുമ്പോൾ പള്ളിയുടെ വലതുവശത്തായിട്ട് ഹൈക്കലയുടെ പിറകുവശത്ത് മാമോദിസ തൊട്ടി ഭിത്തിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഹന്നാൻ വെള്ളം തൊടുവാനുള്ള സൗകര്യവും ഭിത്തിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. പള്ളിയുടെ ഹൈക്കലയുടെ മുൻഭാഗത്ത് ഇടതുവശത്ത് ഒരു തൂക്കുവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു. ഈ തൂക്കുവിളക്കിന് ഒരു ചരിത്രമുണ്ട്. അന്ന് നാടുവാണിരുന്ന ഉദയവർമ്മ രാജാവ് പള്ളി സന്ദർശിക്കുകയും പള്ളിയിലുള്ള കെടാവിളക്ക് കത്താതെ ഇരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുകയും കാരണമന്വേഷിച്ചപ്പോൾ ഇതിനാവശ്യമായ എണ്ണ മേടിക്കാനുള്ള സാമ്പത്തിക കുറവാണെന്ന് മനസ്സിലാക്കി അങ്ങാടിയിൽ വരുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് ഭാഗം പള്ളിക്ക് കൊടുക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു. ആ പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികൾ ഈ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരി കത്തിച്ച് അതിൽ കൈവിരൽ തൊട്ട് നെറ്റിയിലും വേദനയുള്ള ഭാഗത്തുമൊക്കെ തേക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടിയതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന അൾത്താരയുടെ മുൻപിലായിട്ട് 2 ചെറിയ അൾത്താരകളുണ്ട്. ഇതിൽ വലതുവശത്തുള്ള അൾത്താര പ്രത്താളിൻ്റെ മാതൃകയിലാണ് തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുക. ഈ അൾത്താരയുടെ മുൻപിലുള്ള തൂണുകളിൽ മുന്തിരിവള്ളിയും ആലേഖനം ചെയ്തിരിക്കുന്നു. അവിടെ നിലയ്ക്കൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധ ദേവമാതാവിനെയാണ് ആദ്യം സ്ഥാപിച്ചിരുന്നത്. ആ അൾത്താരയുടെ മുകൾ ഭാഗത്തായിട്ട് 2 മാലാഖമാർ കിരീടം പിടിച്ചിരിക്കുന്നതും വിമല ഹൃദയത്തിൻ്റെ രൂപവും ആലേഖനം ചെയ്തിരിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം മാതാവിനെ പ്രധാന അൾത്താരയുടെ ക്രൂശിത രൂപത്തിന് താഴെയായിട്ട് സ്ഥാപിച്ചപ്പോൾ ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ശ്ലീഹായെ ഈ അൾത്താരയിൽ സ്ഥാപിച്ചു. ഇന്ന് നമുക്ക് കാണാൻ കഴിയുക ഈ അൾത്താരയിൽ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുസ്വരൂപമാണ്. ഇടതുവശത്തെ അൾത്താരയിൽ വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ് സ്ഥാപിച്ചിരിക്കുക. ഈ അൾത്താരയുടെ മുകൾ ഭാഗത്തും 2 മാലാഖമാർ കിരീടം പിടിച്ചിരിക്കുന്നതും രക്തസാക്ഷിത്വം സൂചിപ്പിക്കാനായി ഹൃദയത്തിൽ റോസാപ്പൂ നിൽക്കുന്നതും ആലേഖനം ചെയ്തിരിക്കുന്നു. പ്രധാന അൾത്താര 17-18 നൂറ്റാണ്ടുകളിൽ പണിതായിട്ടാണ് വിചാരിക്കുക. ഈ അൾത്താരയ്ക്ക് റത്താളുകൾ ഇല്ല. കത്തോലിക്ക പള്ളികളിൽ പഴയ കാലത്ത് അൾത്താരയുടെ കിഴക്ക് ഭിത്തിയിൽ ചുമർ ചിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും പഴയ ഉദാഹരണമാണ് അക്കരപ്പള്ളിയിലെ ചുമർ ചിത്രങ്ങൾ. ഈ മധുബഹായുടെ പിറകുവശത്തുള്ള ഭിത്തിയിൽ 6 ചതുരക്കളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ ചതുരക്കളങ്ങളിൽ പിതാവായ ദൈവം, പരിശുദ്ധ മറിയത്തിൻ്റെ വചനിപ്പ്, ക്രൂശിലേക്ക് ഏറ്റപ്പെട്ട 2 കള്ളന്മാർ, ഈശോയുടെ ജനനം, ഈശോയുടെ മാമോദീസ, വിശുദ്ധ ഗീവറീസ് സഹത, കുരിശിൻ ചൂട്ടിലെ പരിശുദ്ധ കന്യാമറിയം, വിശുദ്ധ യോഹന്നാൻ എന്നിവരെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ചിത്രങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു ഇലകളുടെയും പഴങ്ങളുടെയും ചാറുകളും മറ്റു പദാർത്ഥങ്ങളുമാണ്. ഇത് തദ്ദേശീയ ചിത്രകാരന്മാരാൽ രചിക്കപ്പെട്ടതായിട്ടാണ് വിശ്വസിക്കുന്നത്. കത്തോലിക്ക പള്ളികളിൽ ക്രൂശിത രൂപത്തിന് പശ്ചാത്തലമായിട്ട്
ഗാഗുൽത്ത മല ചിത്രീകരിക്കാറുണ്ട്. ഇവിടെ ക്രൂശിത രൂപത്തിന് താഴെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാനെയും പ്രതിപാദിപ്പിച്ചിരിക്കുന്നു. മധ്യഭാഗയുടെ 2 വശങ്ങളിലായിട്ട് വിശുദ്ധ പത്രോസിനെയും വിശുദ്ധ പൗലോസിനെയും രചിച്ചിട്ടുണ്ട്. ഈ ക്രൂശിത രൂപവും പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസ്വരൂപവും നിലയ്ക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അൾത്താരയുടെ മുകൾ ഭാഗം തടി കൊണ്ട് ആർച്ച് രൂപത്തിലാണ് പണിതിരിക്കുന്നത്. ഈ മേൽക്കൂരയിലും മാലാഖമാരെയും വിവിധ ഇനം പക്ഷികളെയും ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി നാനാജാതി മതസ്ഥരുടെ ആശ്രയ കേന്ദ്രമായിട്ട് ഇന്നും വിരാജിക്കുന്നു. അക്കരപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഗോത്തിക് സ്റ്റൈലിലാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. ആകാശവീക്ഷണത്തിൽ കുരിശാകൃതിയിലാണ് ഈ ദേവാലയം കാണപ്പെടുക. ഇതിൻ്റെ 4 വശത്തും മുഖവാരങ്ങളുണ്ട്. പ്രധാന മുഖവാരത്തിൻ്റെ മുകളിൽ ഏകദേശം 16 അടിയോളം ഉയരമുള്ള കർത്താവിൻ്റെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നു. അതിന് താഴെയായി പരിശുദ്ധ ദേവമാതാവിൻ്റെയും വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും ഈ പള്ളിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. 1945 പണിത ഈ ദേവാലയത്തിനുള്ളിൽ തൂണുകളില്ലാതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഈ വലിയ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ മേൽക്കൂര തേക്ക് തടിയെ തീർത്ത മല്ലുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഹൈക്കലയിൽ ഏറ്റവും പുറകുവശത്തായിട്ട് മാമോദീസ പരികർമ്മം ചെയ്യാനുള്ള ചെറിയ ഒരു കപ്പേളയുണ്ട്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രസംഗപീഠം തടിയിൽ തീർത്തത് കാണാം. ആദിമകാലത്ത് വചന ശുശ്രൂഷയ്ക്ക് ശേഷം വൈദികൻ പ്രസംഗിച്ചിരുന്നത് ഈ പ്രസംഗവേദിയിലാണ്. പ്രധാന ബലിപീഠം കൂടാതെ 6 ഉപ ബലിപീഠങ്ങളും ഈ ദേവാലയത്തിനുള്ളിലുണ്ട്. അടുത്ത കാലത്ത് പ്രധാന ബലിപീഠം തേക്ക് തടിയിൽ ഗോത്തിക് രീതിയിൽ പുനർനിർമ്മിച്ചു. പള്ളിക്കുള്ളിൽ ശ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഏകദേശം 1 നൂറ്റാണ്ടിന് മുമ്പ് സ്ഥാപിച്ച രൂപങ്ങളാണ് ഇവ. ഈ ദേവാലയത്തിൻ്റെ ആനവാതിലിൽ 4 സുവിശേഷകന്മാരെ 5 അപ്പവും 2 മീനും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നവും മറ്റ് ചിത്രപ്പണികളാലും സമ്പുഷ്ടമാണ്. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ചുറ്റും അകത്തും പല കൊത്തുപണികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ദേവാലയമാണ് കാഞ്ഞിരപ്പള്ളി സെൻറ് ഡോമിനിക്സ് കത്തീഡ്രൽ പള്ളി. 1919 ഈ ദേവാലയം ഫൊറോന ആയിട്ട് ഉയർത്തപ്പെട്ടു. പിന്നീട് 1977 ഈ ദേവാലയത്തെ കത്തീഡ്രൽ ദേവാലയമായിട്ട് ഉയർത്തി. അങ്ങനെ വലിപ്പം കൊണ്ടും ശില്പ ചാതുര്യം കൊണ്ടും വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയം. അക്കരപ്പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്.
ഒട്ടേറെ ആളുകൾ, നാനാജാതി മതസ്ഥരായ ഒട്ടേറെ ആളുകൾ ദിവസം തോറും ഈ ദേവാലയത്തിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യുന്നത് നമുക്കൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണ്. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള 8 നോമ്പാചരണം അക്കരപ്പള്ളിയുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസ പ്രഘോഷണമാണ് എന്നുള്ളതാണ്. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ തുടർച്ചയായിട്ടുള്ള വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും, അതോടൊപ്പം തന്നെ ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുവാനായിട്ട്, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാനായിട്ടൊക്കെ ഈ ദേവാലയത്തിൽ ഈ തിരുനാൾ ദിവസത്തിൽ വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു കാര്യമാണ്. തിരുനാൾ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ നേർച്ചക്കഞ്ഞി കൊടുക്കുന്ന ഒരു പതിവും, അതോടൊപ്പം തന്നെ 8-ാം തീയതി നേർച്ച പായസം കൊടുക്കുന്ന ഒരു പതിവും അക്കരപ്പള്ളിയുടെ പ്രത്യേകതയാണ്. ജനുവരി 30-ാം തീയതി വൈകുന്നേരം നടക്കുന്ന പട്ടണ പ്രദക്ഷിണമാണ് ഈ തിരുനാളിൻ്റെ മറ്റൊരു പ്രത്യേകത. പള്ളിയിൽ നിന്നും ആരംഭിച്ച് ഏകദേശം 3 മണിക്കൂർ ദൈർഘ്യമെടുക്കും ഈ പ്രദക്ഷിണം തിരികെ പള്ളിയിലേക്ക് എത്തുവാൻ.